ഒരു റെസ്യൂമെ എന്താണ് എന്ന് മുതൽ ATS റെസ്യൂമെ, മറ്റ് രാജ്യങ്ങളിലേക്ക് അയക്കുന്ന റെസ്യൂമിയുടെ ഡീറ്റെയിൽസ് ഉൾപ്പെടെ റിക്രൂട്ടേഴ്സ് എങ്ങനെ ഒരു റെസ്യൂമെ പരിശോധിക്കുന്നതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എങ്കിലും പൊതുവെ ആൾക്കാർ കൂടുതലായിട്ട് ചോദിക്കുന്ന ഒരു ഡൗട്ട് എന്ന് പറയുന്നത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ഒരു റെസ്യൂമിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണം, എന്തൊക്കെ ഉൾപ്പെടുത്താൻ പാടില്ല എന്നുള്ളത്. അതെന്തൊക്കെയാണെന്നുള്ളത് വളരെ പെട്ടെന്ന് വളരെ ചുരുക്കി ഒന്ന് മെൻഷൻ ചെയ്യാം. ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങളിലേക്ക് വരുമ്പോൾ നമ്പർ 1 ഡെഫിനറ്റ്ലി നമ്മുടെ കോൺടാക്ട് ഇൻഫർമേഷൻ. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അതായത് നമ്മൾ പലപ്പോഴും ഇമെയിലായിട്ടായിരിക്കും ആപ്ലിക്കേഷൻ അയക്കുന്നത്. പക്ഷേ ചില സമയത്ത് കമ്പനിയുടെ ഒരു ഒരു വെബ്സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യായിരിക്കാം, ചിലപ്പോൾ മറ്റൊരാൾ ത്രൂ ആയിരിക്കും ആപ്ലിക്കേഷൻ പോകുന്നത്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ ഡയറക്റ്റ്ലി നമ്മുടെ മെയിൽ ID കിട്ടില്ല. അപ്പോൾ റെസ്യൂമിൽ എപ്പോഴും ഫോൺ നമ്പർ ആൻഡ് മെയിൽ ID, കോൺടാക്ട് ഇൻഫർമേഷൻ എന്തായാലും ഉണ്ടാവുക. ദെൻ ഏറ്റവും മേജറായിട്ട് കണ്ടന്റ് സൈഡിലേക്ക് വരുന്നൊരു സംഗതി പ്രൊഫൈൽ സമ്മറിയാണ്. സോ നമ്മുടെ റെസ്യൂമിയുടെ ഒരു സമ്മറി, അതായത് നമ്മൾ എത്ര വർഷം എക്സ്പീരിയൻസ് ഉള്ള, ഏത് പ്രൊഫഷനിലുള്ള, എന്തൊക്കെ ക്വാളിഫിക്കേഷൻസ് അല്ലെങ്കിൽ സ്കിൽസ് ഒക്കെ ഉള്ള ഒരാളാണ് എന്ന രീതിയിൽ ഏറ്റവും കീ ആയിട്ട് ഹൈലൈറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ, അതായത് ആ റെസ്യൂമിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളുടെയും ഒരു ചുരുക്കം, അതാണ് നമ്മൾ സമ്മറി എന്നുള്ളൊരു പാർട്ടിൽ ഏറ്റവും ആദ്യം തന്നെ കൊടുക്കുക. ദെൻ എക്സ്പീരിയൻസ് ഉള്ള ഒരാളെ സംബന്ധിച്ചിട്ടാണെങ്കിൽ പിന്നീട് വരുന്ന കാര്യങ്ങൾ ഡെഫിനറ്റ്ലി വർക്ക് എക്സ്പീരിയൻസസ് ആണ്. നമ്മളുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ജോലിയുടെ ഡീറ്റെയിൽസ് ഏറ്റവും മുകളിൽ ഏറ്റവും ആദ്യം കൊടുക്കാം. ദെൻ പഴയ എക്സ്പീരിയൻസസ് താഴേക്ക് കൊടുക്കാം. എക്സ്പീരിയൻസ് കഴിഞ്ഞാൽ നമുക്ക് മെൻഷൻ ചെയ്യാനുള്ളത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് ആണ്. സോ നിങ്ങളൊരു ഫ്രഷർ ആണെങ്കിൽ സമ്മറി കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി ക്വാളിഫിക്കേഷൻസിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാം. സോ ഏറ്റവും ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ ഏറ്റവും മുകളിൽ കൊടുക്കുക. കോഴ്സിൻ്റെ പേര്, സ്ഥാപനം, പഠിച്ചിറങ്ങിയ മാസം, വർഷം തുടങ്ങിയ ഡീറ്റെയിൽസ് എല്ലാം ഉൾപ്പെടുത്തുക. ദെൻ ഒരു ഫ്രഷർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇന്റേൺഷിപ്പ് എക്സ്പീരിയൻസസ് ഉണ്ടെങ്കിൽ ഇന്റേൺഷിപ്പ് എന്ന് പറയുന്ന ഹെഡിങ്ങിൽ സെപ്പറേറ്റ്ലി ആ ഡീറ്റെയിൽസും കൂടി കൊടുക്കാവുന്നതാണ്. ആഫ്റ്റർ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് വരുന്നത് സ്കിൽസ് ആണ്. സ്കിൽസ് എന്ന് പറയുമ്പോൾ പ്രൊഫഷണൽ സ്കിൽസ് ആവാം, ടെക്നിക്കൽ സ്കിൽസ് ആവാം, സോഫ്റ്റ് സ്കിൽസ് ആവാം. സോ നമുക്കത് സെപ്പറേറ്റ്ലി മെൻഷൻ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഒറ്റയടിക്ക് സ്കിൽസ് എന്ന് മാത്രമായിട്ട് വേണമെങ്കിൽ വെക്കാം. സോ നമുക്കുള്ള സ്കിൽസ് എന്തൊക്കെയാണോ അത് ഡെഫിനറ്റ്ലി മെൻഷൻ ചെയ്യുക. പിന്നീട് വരുന്നത് ചില ഓപ്ഷണൽ കണ്ടന്റ് ആണ്. അത് എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും അഡീഷണൽ കോഴ്സസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ആ കോഴ്സിൻ്റെ ഇൻഫർമേഷൻ ആഡ് ചെയ്യാം. ഈ പറഞ്ഞതുപോലെ കോഴ്സിൻ്റെ ആക്ച്വൽ പേരെന്താണ്, അത് ഇഷ്യൂ ചെയ്ത അല്ലെങ്കിൽ ഓർഗനൈസ് ചെയ്ത സ്ഥാപനം, കണ്ടക്ട് ചെയ്ത സ്ഥാപനം എന്താണ്, ആ സ്ഥാപനത്തിൻ്റെ ലൊക്കേഷൻ പ്ലസ് ഏത് മാസം, വർഷം അത് കംപ്ലീറ്റ് ചെയ്തു തുടങ്ങിയ വിവരങ്ങൾ വെക്കാം. അതുപോലെ സർട്ടിഫിക്കേഷൻസ് എന്തെങ്കിലും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് വെക്കാം. ഒപ്പം നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പ്രൊജക്ട് വർക്ക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാം. പേപ്പർ പ്രസൻറ്റേഷൻസ് ഒക്കെ ഉള്ളവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്താവുന്നതാണ്. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് വരാവുന്ന മറ്റൊരു കണ്ടന്റ് എന്ന് പറയുന്നത് എന്തെങ്കിലും തരത്തിലുള്ള അച്ചീവ്മെന്റ്സ്, പ്രത്യേകിച്ച് നമ്മുടെ കരിയറുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും അച്ചീവ്മെന്റ്സ് ഒക്കെ നമുക്ക് ഉണ്ടെങ്കിൽ അത് സ്പെസിഫിക് ആയിട്ട് നമുക്ക് മെൻഷൻ ചെയ്യാവുന്നതാണ്. പിന്നെ പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ കൊടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഓപ്ഷണലായിട്ട് റെഫറൻസസ് പോലുള്ള ചില കാര്യങ്ങളുണ്ട്, അതൊക്കെ ഓപ്ഷണലാണ്. ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ മാത്രം നിർബന്ധമായിട്ട് റെസ്യൂമിൽ ആഡ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. സോ ഇത്രയാണ് ഒരു റെസ്യൂമിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ. ഇനി എന്തായാലും ഒഴിവാക്കേണ്ട ഒരു സെറ്റ് ഓഫ് കാര്യങ്ങൾ കൂടി ഞാൻ എന്തൊക്കെയാണെന്ന് മെൻഷൻ ചെയ്യാം. തൊട്ട് മുമ്പ് പറഞ്ഞ കാര്യത്തിൽ ഏറ്റവും അവസാനത്തെ ഭാഗം പറഞ്ഞത് പേഴ്സണൽ ഡീറ്റെയിൽസ് ആയിരുന്നു. അവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. സോ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒരുപാട് നമ്മൾ കൊടുക്കാതിരിക്കുക. പ്രത്യേകിച്ച് ഇന്നും പലരുടെയും റെസ്യൂമേഴ്സിൽ കാണുന്ന കാര്യമാണ് അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര്, രണ്ടുപേരുടെയും പ്രായം, അതുപോലെ ജാതി, മതം തുടങ്ങിയ പേഴ്സണലായിട്ടുള്ള കുറേ ഇൻഫർമേഷൻ പലരും വെക്കാറുണ്ട്. ബ്ലഡ് ഗ്രൂപ്പ്, ഹൈറ്റ്, വെയിറ്റ് ഉൾപ്പെടെ പലതും. അതൊന്നും നമുക്ക് റെസ്യൂമിൽ ആവശ്യമുള്ള കാര്യങ്ങളല്ല. അതൊക്കെ കംപ്ലീറ്റ്ലി ഒഴിവാക്കുക. പിന്നെ നമുക്ക് ഒഴിവാക്കാവുന്ന ഒരു സാധനമാണ് നമ്മുടെ ഫുൾ അഡ്രസ്സ്. റെസ്യൂമിൽ ഫുൾ അഡ്രസ്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കറന്റ് ലൊക്കേഷൻ ഏതാണ് എന്ന് മാത്രം നമ്മൾ മെൻഷൻ ചെയ്താൽ മതിയാവും. ഏറ്റവും ആദ്യം റെസ്യൂമിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത് സമ്മറി എന്ന് പറഞ്ഞിരുന്നു. സോ ആ സമ്മറി ആണെങ്കിലും ശരി, പൊതുവെ പലരും സമ്മറിയെക്കാട്ടുള്ള അപ്പുറം കരിയർ ഒബ്ജക്റ്റീവ് എന്നൊരു കണ്ടന്റ് വെക്കാറുണ്ട്. സോ അത് ജനറിക് ആയിട്ടുള്ളൊരു കണ്ടന്റ് എഴുതി വെക്കും പലരും. ലുക്കിംഗ് ഫോർവേഡ് ടു വർക്കിംഗ് വിത്ത് എ കമ്പനി, അല്ലെങ്കിൽ സീക്കിംഗ് എ ചലഞ്ചിങ് പൊസിഷൻ വെയർ ഐ ക്യാൻ കോൺട്രിബ്യൂട്ട് എന്നുള്ള രീതിയിലൊക്കെ ഒരു സ്ഥിരമായിട്ട് കാണുന്ന കുറച്ച് ജനറിക് കണ്ടന്റുകളുണ്ട് ഗൂഗിളിൽ നിന്ന് കിട്ടുന്നവയൊക്കെ. അങ്ങനെയുള്ള കണ്ടന്റ് ഒരിക്കലും നമ്മൾ റെസ്യൂമിൽ ഉൾപ്പെടുത്താതിരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ റെസ്യൂമിലേക്ക് വരുന്ന സമയത്ത് പലരും ഈ കോഴ്സസിൻ്റെ ഒപ്പം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഡിഗ്രിക്കോ PGയുടെയോ ഒക്കെയോ സമയത്ത് തന്നെ പലപ്പോഴും പലരും പാർട്ട് ടൈം ജോബ്സ് വർക്ക് ചെയ്തിട്ടുണ്ടാവാം, ഫ്രീലാൻസിൽ വർക്ക് ചെയ്തിട്ടുണ്ടാവാം. ഇനി അഥവാ അതല്ലെങ്കിൽ തന്നെ കോഴ്സിന് ശേഷമാണെങ്കിലും ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടാവാം. സോ ആ സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, റിലവൻ്റ് അല്ലാത്ത വർക്ക് എക്സ്പീരിയൻസസ് ആഡ് ചെയ്യാതിരിക്കുക. ഇപ്പോൾ നമ്മളുടെ ഇന്റേൺഷിപ്പ് പ്രോഗ്രാമിൽ വന്നിട്ടുള്ള പാർട്ടിസിപ്പൻസിൽ തന്നെ ഡയറക്ട്ലി ഒരു BSc സ്റ്റുഡൻ്റ് ആയിരുന്ന കുട്ടി സൊമാറ്റോ ഡെലിവറിക്ക് വേണ്ടി പോയിരുന്നു. അപ്പോൾ ആ ഒരു കാര്യം, ആ BSc പഠിച്ചിട്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രൊഫഷനിലേക്ക് പോകുമ്പം സൊമാറ്റോ ഫുഡ് ഡെലിവറി ഏജന്റ് എന്നുള്ള രീതിയിൽ പ്രൈമറി വർക്ക് എക്സ്പീരിയൻസ് ആയിട്ട് അത് കൊടുക്കരുത്. അത് റിലവൻ്റ് അല്ല. അതുപോലെ തന്നെ പലരും ഫോട്ടോഗ്രാഫേഴ്സായിട്ട്, വീഡിയോഗ്രാഫേഴ്സായിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. പക്ഷെ നിങ്ങൾ പഠിച്ച കോഴ്സ്, ഇപ്പം മേ ബി ബിടെക് ചെയ്യുന്ന ഒരാളായിരിക്കാം, ബിടെക്കിൻ്റെ സമയത്ത് ഫോട്ടോഗ്രാഫറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടാവും, ഡെഫിനറ്റ്ലി നന്നായിട്ട് ഷൈൻ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ നമ്മൾ
ബിടെക് കഴിഞ്ഞിട്ട് ടെക്നിക്കലായിട്ടുള്ളൊരു ഫീൽഡിലേക്ക് എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യാൻ പോവുകയാണെങ്കിൽ ഒരിക്കലും എക്സ്പീരിയൻസിൻ്റെ പാർട്ടിൽ കൊണ്ടുപോയിട്ട് നിങ്ങളുടെ ഈ ഒരു എക്സ്പീരിയൻസ് വെക്കരുത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അഡീഷണൽ എക്സ്പീരിയൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് വെക്കണമെങ്കിൽ വെക്കാം. ഏറ്റവും അവസാനം ഡയറക്റ്റ് അത് ഏതെങ്കിലും തരത്തിൽ നിങ്ങളെ ആ ഒരു ജോബിനെ ഹെൽപ്പ് ചെയ്യുമെങ്കിൽ മാത്രം, അല്ലെങ്കിൽ റിലവൻ്റ് അല്ലാത്ത കാര്യങ്ങൾ ഒരിക്കലും റെസ്യൂമിൽ ഉൾപ്പെടുത്താതിരിക്കുക. അതുപോലെ തന്നെയാണ് ഹോബീസിൻ്റെ കാര്യവും. പൊതുവേ നമ്മുടെ ഹോബീസ് ഒന്നും റെസ്യൂമിൽ ഉൾപ്പെടുത്തേണ്ട കാര്യമില്ല. സംടൈംസ് നമുക്കത് ചിലപ്പോൾ കണക്ട് ചെയ്യാൻ പറ്റുമായിരിക്കും, ആ സാഹചര്യങ്ങളിൽ ഉപയോഗിക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങളൊരു അക്കൗണ്ടൻ്റ് ആണ്, അതേസമയം നിങ്ങളൊരു മേ ബി ഭരതനാട്യം ഡാൻസറുമാണ് എന്ന് വിചാരിക്കുക. അതായത് ഡാൻസിങ് നിങ്ങളൊരു ഹോബിയാണ്. ഡെഫിനറ്റ്ലി ഡാൻസിങ് എന്നൊരു സംഗതി കരിയറിലേക്ക് വരുമ്പോൾ നമുക്ക് ഒരു തരത്തിലും ഹെൽപ്പ് ചെയ്യുന്നില്ല, ശരിയാണല്ലോ, ഈ അക്കൗണ്ടിങ്ങിലേക്ക് വരുമ്പോൾ. പക്ഷേ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് ഒരു ഡാൻസുമായിട്ട് അല്ലെങ്കിൽ ആർട്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്ഥാപനത്തിലേക്കാണ് എന്ന് വിചാരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾ കലാമണ്ഡലത്തിലേക്ക് അക്കൗണ്ടൻറ്റിൻ്റെ വേക്കൻസിയിൽ അപ്ലൈ ചെയ്യാണ്. അപ്പം ആ ഒരു സാഹചര്യത്തിൽ അത് ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തേക്കാം. ഓക്കെ, നമ്മളുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരാളാണല്ലോ അക്കൗണ്ടൻ്റ് ആണെങ്കിൽ പോലും എന്നൊരു രീതിയൊക്കെ ചിലപ്പം വന്നേക്കാം. സോ അതാണ് ഹോബീസ്. നമുക്ക് അങ്ങനെയുള്ള അപൂർവ സന്ദർഭങ്ങൾ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെ സംബന്ധിച്ച് പ്രത്യേകിച്ച് കുറച്ച് അധികം, അതായത് മിനിമം ഒരു 2-3 വർഷത്തിൽ കൂടുതലെങ്കിൽ എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളവർ, അല്ലെങ്കിൽ കുറച്ച് ക്രിട്ടിക്കലായിട്ടുള്ള പോസ്റ്റുകളിൽ ഇരുന്നവർക്കൊക്കെ ബാധകമാകുന്നൊരു കാര്യമാണ് അവസാനം പറയാനുള്ളത്. കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ ഷെയർ ചെയ്യാതിരിക്കുക. പ്രത്യേകിച്ച് സിവിൽ എഞ്ചിനീയേഴ്സ് അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് തുടങ്ങിയവരൊക്കെ, പ്രത്യേകിച്ച് ഗൾഫ് കൺട്രീസിൽ നിന്നൊക്കെ നമുക്ക് റെസ്യൂമേ സർവീസിലേക്ക് കോൺടാക്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒറ്റ എക്സ്പീരിയൻസ് ഉണ്ടാവുള്ളൂ, വർഷങ്ങളായിട്ട് ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യും. പക്ഷെ അവർ ഇഷ്ടംപോലെ പ്രൊജക്ട്സിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ആ പ്രൊജക്ട്സിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് വെക്കാനായിട്ടായിരിക്കും. അപ്പോൾ ഓരോ ക്ലയൻ്റ് ഏതാണ്, എന്ത് പ്രൊജക്റ്റാണ്, ഇതെല്ലാം ഉണ്ടാവും. സോ ഈ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കാനുള്ളത്, ചില സ്ഥാപനങ്ങൾക്ക് ഈ പറയുന്നത് പോലെ അവരുടെ ക്ലയൻസ് എന്ന് പറയുന്നത് വളരെ കോൺഫിഡൻഷ്യലായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം. ക്ലയൻസ് മാത്രമല്ല, പല കാര്യങ്ങളും കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് ഉണ്ടാവും ഓരോ സ്ഥാപനത്തിൽ, നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങളിലൊക്കെ. അത് ഷെയറബിൾ ആണോ എന്ന് നമ്മൾ അറിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മളത് ഓപ്പണായിട്ട് ഡിസ്ക്ലോസ് ചെയ്ത് റെസ്യൂമിൽ വെക്കാവുള്ളൂ. എൻ്റെ ഒരു സുഹൃത്തിന് ഈ അടുത്ത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു നമ്മുടെ ബിഗ് 4 കമ്പനീസിൽ വരുന്നൊരു ഫേമിൽ വർക്ക് ചെയ്യുന്നൊരു സുഹൃത്തുണ്ട്. ആള് ഒരു വളരെ ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യുകയാണ്. ഇന്ത്യക്ക് പുറത്തൊരു രാജ്യത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ആളുമായിട്ട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ പറയായിരുന്നു, ഈവൻ എൻ്റെ ഓഫീസിലെ കൊളീഗ്സിന് പോലും, അതായത് സെയിം ടീമല്ല, അതല്ലാണ്ടുള്ളവർക്ക് പോലും ഈ ഒരു പ്രൊജക്റ്റിനെ അറിയില്ല, കമ്പനിയിൽ പല ഹെഡ്സിന് പോലും അറിയില്ല, ആകെ 3-4 പേർക്ക് ഈ ക്ലയൻറ്റിനെ അറിയുള്ളൂ, ബാക്കിയെല്ലാം പ്രൊജക്ട് എക്സ് എന്ന് മാത്രമാണ് വിശേഷിപ്പിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പം അത്രയും ഡിസ്ക്രീറ്റ് ആയിട്ട് കൊണ്ടുപോകുന്ന ഒരു സംഗതിയിൽ പുള്ളി റെസ്യൂമേ തയ്യാറാക്കുന്ന സമയത്ത് പ്രൊജക്ട്സ് എന്ന് പറഞ്ഞ് ഈ ഒരു പ്രൊജക്റ്റിനകത്ത് എന്താണോ ക്ലയൻറ്റിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഡിസ്ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡെഫിനറ്റ്ലി വളരെ നെഗറ്റീവായിട്ടുള്ളൊരു ഇംപ്രഷൻ കമ്പനിക്കും ഇയാൾക്കും ക്ലയൻറ്റിനും എല്ലാവർക്കും ഉണ്ടാവും. അത് ഇയാളുടെ റിക്രൂട്ട്മെൻറ്റിന് ഒരു ഡിസിഷനെയൊക്കെ അഫക്റ്റ് ചെയ്യും. സോ തീർച്ചയായിട്ടും കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ നമ്മൾ റെസ്യൂമിൽ വെക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. സോ ഇത്രയും കാര്യങ്ങളാണ് ബേസിക്കായിട്ട് പറയാനുള്ളത്. നമുക്ക് എന്തൊക്കെ റെസ്യൂമിൽ ആഡ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ, പിന്നെ തീർച്ചയായിട്ടും ഓരോരുത്തരുടെയും പ്രൊഫൈൽ അനുസരിച്ച് ചെറിയ മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരാം. പക്ഷേ ബേസിക്കലി നമുക്കിത് ഫോളോ ചെയ്യാം. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ ഇത്രയാണ് പറയാനായിട്ടുള്ളത്. റെസ്യൂമേ സർവീസസ്, ലിങ്ക്ഡിൻ പ്രൊഫൈൽ മേക്ക് ഓവർ, മോക്ക് ഇന്റർവ്യൂ തുടങ്ങിയ സർവീസസിന് കോൺടാക്ട് ചെയ്യാം. അതുപോലെ ഫ്രീ റെസ്യൂമേ അഡ്വൈസിനും കോൺടാക്ട് ചെയ്യാം. താങ്ക് യു സോ മച്ച്. ഓൾ ദി ബെസ്റ്റ്.